ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ ജിമ്മിലെ ഭാഗമാട്ടോ. അതെടുത്ത് ഞാൻ കൊണ്ട് കസേരപ്പുറത്ത് വെക്കാൻ പോവാണേ. ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് ബെഡ് റൂമൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. ജനലിൻ്റെ പാളി ഒരെണ്ണേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ബാക്കിയും കൂടെ ഓപ്പൺ ചെയ്യാം. കാരണം നല്ല ചൂടായതുകൊണ്ട് കാറ്റൊക്കെ കയറിക്കോട്ടെ റൂമിലോട്ട്, അല്ലെങ്കിൽ നല്ല ആവിയായിരിക്കും. അപ്പം ജനലിൻ്റെ പാളി ഞാൻ എല്ലാ പാളിയും തുറക്കാമെന്ന് വിചാരിക്കണേ. അപ്പം അത്യാവശ്യം കാറ്റ് കയറുമല്ലോ. ഇനി ജസ്റ്റ് ബെഡ്ഷീറ്റ് ഒന്ന് ഒതുക്കി വെക്കാം. ഇത് ഏതോ ഒരു ഡ്രസ്സാട്ടോ, ഞാൻ എടുത്ത് എന്തിനാണ് കട്ടിലിൻ്റെ പുറത്തോട്ട് ഇട്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അങ്ങനെ അതൊന്ന് ജസ്റ്റ് മടക്കി എടുത്ത് വെച്ചു. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഓൾറെഡി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് വലിച്ച് ഒന്ന് നീറ്റായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അതേമാതിരി തലേണയൊക്കെ സെറ്റാക്കി വെച്ചു. ചെറിയ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തട്ടി കളയാന്നാണ്. അതെല്ലാം ചെയ്ത് ഇനി ഹോളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരുന്നതിന് മുന്നേ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എന്തോ ഒരു കവർ അവിടെ ഇരിക്കണം. ചാച്ച എന്തോ പലഹാരം മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ കവർ. അപ്പോൾ അതെടുത്ത് മടക്കിക്കൊണ്ട് കവർ വെക്കണ ഒരു സ്ഥലമുണ്ട് അടുക്കളയിൽ, അവിടെ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ചീപ്പൂവിൻ്റെ പുറത്ത് എന്തൊക്കെയോ ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കി കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അത് ആ പത്ത് പേപ്പർ വെച്ചിട്ടൊന്ന് തട്ടി മാറ്റി. അപ്പോൾ നമ്മൾ ഈ വെള്ളം പിടിക്കുന്നത് കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. കിണറ്റിലെ വെള്ളം നമ്മൾ കുടിക്കില്ല, ഇതാ വെള്ളം കുടിക്കുക. എന്നിട്ട് അടിച്ചു വാരിട്ടോ. എനിക്ക് ഹെവി ആയിട്ടുള്ള ജോബൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് നടുവിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ റെസ്റ്റ് പറഞ്ഞേക്കാണ്. അപ്പം ഞാൻ ഒത്തിരി ഹെവി ആയിട്ട് ചെയ്യില്ല കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ മാറി ഒരു ഷവറൊക്കെ ഉണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത്, അവിടെ പോയിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ നോൺ വെജ് ഒന്നും ഇരിപ്പില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്ക് എന്തായാലും മുട്ട കഴിക്കണം. എന്നുകൊണ്ട് മുട്ട കൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ, എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചിട്ട് ഞാൻ സവോളൊക്കെ അരിഞ്ഞ് അത്യാവശ്യം ഒരു 3 സവോളയൊക്കെ എടുത്ത് അരിഞ്ഞ് ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കണ്ടോ, കണ്ണിമാങ്ങായിട്ട് ഉപ്പിലിട്ടാണ്. അപ്പം ഞാൻ അത് കഴിക്കാമെന്ന് വിചാരിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുട്ട ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഞാൻ പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഉപ്പും മുളക് പൊടി ഇട്ട് മുക്കി തിന്നു. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് കഴിച്ചാലോ. അപ്പോൾ ഉച്ചക്കത്തെ ചോറിന് ഞാൻ ഉണ്ടാക്കിയ എഗ് റോസ്റ്റും എഗ്ഗിൻ്റെ ഉണ്ണി ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല, ഒരു 2 ഉണ്ണി എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ വെള്ളയാണ്. പിന്നെ ഒരു കഷ്ണം മീനുണ്ട്.